ഹരി ഓം. ദശകം 15 ശ്ലോകം 6. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളീ വിശതി ഹി ഗൃഹസക്തോ യാതനാം മയ്യഭക്തഃ കപിലതനുരുദിത്വം ദേവഹൂത്യൈനഗാദീഹി. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. അഹഹ ബഹുല ഹിംസ സഞ്ചിത അർത്ഥൈഹി കുടുംബം. അഹഹ ബഹുല ഹിംസ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനം അനുപുഷ്ണൻ സ്ത്രീജിതഃ ബാലലാളീ. പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളീ വിശതി ഹി ഗൃഹസക്തഃ യാതനാം മയി അഭക്തഃ. മയി അഭക്തഃ, അതാണ് മയ്യഭക്തഃ. വിശതി ഹി ഗൃഹസക്തോ യാതനാം മയ്യഭക്തഃ കപിലതനുരുദിത്വം ദേവഹൂത്യൈ നഗാദീഹി. അഹഹ ബഹുലഹിംസ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളീ വിശതി ഹി ഗൃഹസക്തോ യാതനാം മയ്യഭക്തഃ കപിലതനുരുദിത്വം ദേവഹൂത്യൈ നഗാദീഹി. ശ്ലോകം 6 അന്വയവും അർത്ഥവും നോക്കാം. അപ്പോൾ ഈ 6 ശ്ലോകത്തിൽ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, ധർമ്മം, അർത്ഥം, കാമം, ഇത് മൂന്നുമാണ് ഈ ഐഹികങ്ങളായ 3 പുരുഷാർത്ഥങ്ങൾ. ഇവയിൽ അർത്ഥകാമങ്ങളിൽ ആസക്തനായിട്ട് പാപകർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഗൃഹസ്ഥന് നരകമാണ് ഫലം എന്നാണ് ഈ ശ്ലോകം കൊണ്ട് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ 3 പുരുഷാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ധർമ്മം, അർത്ഥം, കാമം. അഹഹ മയി ഭക്തഃ. അഹഹ കഷ്ടം, കഷ്ടം. മയി എന്നിൽ, അഭക്തഃ ഭക്തിയില്ലാത്തവൻ. അഹഹ മയി അഭക്തഃ കഷ്ടം, കഷ്ടം എന്നിൽ ഭക്തിയില്ലാത്തവൻ. ബഹുല ഹിംസാ സഞ്ചിതാർത്ഥൈഹി. ബഹുല പലേതരം ഹിംസകൾ ചെയ്ത് സഞ്ചിതാർത്ഥൈഹി. സഞ്ചിതം എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്പാദിച്ചു വച്ചിരിക്കുന്ന, അങ്ങനെ ഹിംസകൾ ചെയ്ത് സമ്പാദിച്ചു വച്ചിരിക്കുന്ന ധനം കൊണ്ട് പ്രതിദിനം നാൾതോറും കുടുംബം അനുപുഷ്ണൻ കുടുംബം പുലർത്തിക്കൊണ്ടും സ്ത്രീജിതഃ ബാലലാളീ ഗൃഹസക്തഃ. സ്ത്രീജിതഃ സ്ത്രീകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ടും, അല്ലെ സ്ത്രീകൾക്ക് കീഴടങ്ങിക്കൊണ്ടും, ബാലലാളീ കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടും, ഗൃഹസക്തഃ ആ ഗൃഹകാര്യങ്ങളിൽ മുഴുകിക്കഴിയുന്നവനായിട്ട്, യാതനാം നരകദുഃഖം തന്നെ, യാതനാം ഹി നരകദുഃഖം തന്നെ, വിശതി അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. യാതനാം ഹി വിശതി ആ നരകദുഃഖം തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. ഇതി കപിലതനുഹൂത്വം ദേവഹൂത്യൈ നഗാദീഹി. ഇപ്രകാരം കപിലസ്വരൂപനായ നിന്തിരുവടി ദേവഹൂതിയോട് അരുളി ചെയ്തു. അപ്പോൾ ആ ഭഗവത് ഭക്തിയുണ്ടായാൽ കുടുംബാസക്തി ഉണ്ടാവില്ല. പിന്നെ ഹിംസാദി കർമ്മങ്ങൾ ഒന്നും തന്നെ ചെയ്യാനായിട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഈ നരകപാതകത്തിനിട വരികയുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഭഗവാനിൽ ഭക്തി ഉണ്ടായാൽ എന്തിൽ ആസക്തി ഉണ്ടാവത്തില്ല? കുടുംബകാര്യങ്ങളിൽ ആസക്തി ഉണ്ടാവില്ല. എൻ്റേത്, എൻ്റെ മകൻ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ വസ്തു എന്നുള്ള ഒരു ആസക്തി ഉണ്ടാവില്ല. പിന്നെയോ ഹിംസാദി കർമ്മങ്ങൾ ചെയ്യുകയുമില്ല. അങ്ങനെ ഹിംസ ചെയ്യുമ്പോഴാണല്ലോ നരകപാതകത്തിന് ഇട വരുന്നത്. അങ്ങനെ വരുമ്പം നരകപാതകത്തിന് ഇടവരികയുമില്ല. അപ്പോൾ ഭഗവാൻ പറയുന്നു,
എന്നിൽ ഭക്തിയില്ലാത്തവനായ മനുഷ്യൻ പല പ്രകാരത്തിലുള്ള ഹിംസാദി ജനോപദ്രവം ചെയ്ത് സമ്പാദിച്ച ധനം കൊണ്ട് കുടുംബത്തെ സംരക്ഷിക്കുവാനായിട്ട് സദാസമയവും ഭാര്യാജിതനായി പുത്രലാളനയിൽ അത്യാസക്തനായി ക്ഷണനേരം പോലും ആ ഭഗവാനെ സ്മരിക്കാത്തതിനാൽ യാതനാ നരകത്തെ പ്രാപിക്കുന്നു. കഷ്ടം 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കപിലതനുവായിരിക്കുന്ന ആ ഭഗവാൻ ദേവഹൂതിക്കായിട്ട് ഉപദേശിച്ചു. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ ശ്രീജിതോ ബാലലാളീ ദിശതി ഹി ഗൃഹസക്തോ യാതനാം മയ്യ ഭക്തഃ കപിലതനുരുദേ ത്വം ദേവഹൂത്യൈ നഗാദീഃ.